ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂലൈ 31-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഓണക്കിറ്റിൻ്റെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ്. അതോടൊപ്പം മറ്റ് അറിയിപ്പുകളുമുണ്ട്. ആദ്യം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഓണക്കിറ്റിൻ്റെ വിതരണമാണ്. നാളെ ഔദ്യോഗികമായിട്ട് ഓണക്കിറ്റിൻ്റെ വിതരണോദ്ഘാടനം ഉണ്ടാകും. അതിനുശേഷം AAY മഞ്ഞ റേഷൻ കാർഡുകാർക്ക് വിതരണം ആരംഭിക്കും. ഓഗസ്റ്റ് 3-ാം തീയതി വരെയാണ് മഞ്ഞ റേഷൻ കാർഡിനുള്ള വിതരണം. ശേഷം പിങ്ക് റേഷൻ കാർഡിന് 7-ാം തീയതി വരെയും പിന്നീട് 9-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നീല റേഷൻ കാർഡിനും 13-ാം തീയതി മുതൽ 16-ാം തീയതി വരെ വെള്ള റേഷൻ കാർഡിനും ഓണക്കിറ്റ് വിതരണം ചെയ്യും. ഓണക്കിറ്റിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ പോയിട്ട് കാണുക. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലുണ്ടാകും. ഇതോടൊപ്പം പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജൂൺ മാസത്തെ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം ഇന്നലെ അവസാനിച്ചിരുന്നു. ഒരുപാട് ആളുകൾക്ക് ആ കിറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ റേഷൻ കടയിൽ 45-ലധികം ആളുകളാണ് കിറ്റ് വാങ്ങാതെ പോയത്. അപ്പോൾ ആ ഒരു സാഹചര്യം എല്ലാവരും മനസ്സിലാക്കുക. അത് ലാപ്സായി പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജൂലൈ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണം. അത് ഇനി ഏകദേശം 4 ദിവസമാണ് ബാക്കിയുണ്ടാകുക. അപ്പോൾ അത് ആരും നഷ്ടപ്പെടുത്തരുത്. ഉടൻ തന്നെ റേഷൻ കടയിൽ പോയിട്ട് അത് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് സംസ്ഥാനത്ത് 20,772 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 14,651 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,52,639 സാമ്പിളുകളാണ് പരിശോധിച്ചിട്ടുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞിട്ടില്ല. 13-ന് മുകളിൽ തന്നെയാണ്. 13.61 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നിലവിൽ ചികിത്സയിലുള്ളവർ 1,60,824 പേരാണ്. ഇനി മറ്റ് അറിയിപ്പുകളിലേക്ക് കിടക്കാം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.37% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറെ കൂടുതലാണ് ഈ വർഷത്തെ വിജയ ശതമാനം. 13,04,561 പേരാണ് പരീക്ഷ എഴുതിയത്. അതിൽ 12,96,318 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. CBSE result.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഫലമറിയാൻ സാധിക്കുന്നതാണ്. കാലിക്കറ്റ് സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മദ്യശാലകൾക്ക് മുന്നിലെ ആൾക്കൂട്ടം വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വന്നു. മദ്യവിൽപ്പന ശാലകൾക്ക് മുന്നിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നടക്കാനാവാത്ത അവസ്ഥയാണ് കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിലുള്ള ആൾക്കൂട്ടം എന്ത് സന്ദേശമാണ് നൽകുക എന്നും കോടതി ചോദിച്ചു. കടകൾ എല്ലാ ദിവസവും തുറക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് ഹർജി നൽകിയത്. TPR കണക്കിലുള്ള ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കണമെന്നുമാണ് ആവശ്യം. നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണം. മാനദണ്ഡങ്ങൾ പാലിച്ച് എല്ലാ ദിവസവും കടകൾ തുറക്കാൻ അനുവദിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. മെഡിക്കൽ ഡെന്റൽ കോഴ്സുകൾക്കുള്ള അഖിലേന്ത്യാ കോട്ടയിൽ OBCക്ക് 27% സംവരണം ഏർപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സാമ്പത്തിക പരാധീനത ഉള്ളവർക്ക് 10% സാമ്പത്തിക സംവരണവും ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓൺലൈൻ ഗ്രൂപ്പുകളിലൂടെ അപരിചിത ചങ്ങാത്തം ഒഴിവാക്കണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികളെ ചൂഷണം ചെയ്യുന്ന സംഘം പോലീസ് പിടിയിലായിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികളെ രക്ഷിതാക്കൾ നിരീക്ഷിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു മുന്നറിയിപ്പുണ്ട്. അതായത് വരുന്ന 3 ആഴ്ച അതിനിർണായകമാണ്. സംസ്ഥാനത്തെ പകുതി പേർക്ക് ഇനിയും കോവിഡ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ പകുതി പേർക്ക് ആൻറ്റിബോഡി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇനിയും രോഗവ്യാപന സാധ്യത കൂടുതലാണ്. വരുന്ന 3 ആഴ്ച അതിനിർണായകമാണ്. അനാവശ്യമായി ആരും പുറത്തിറങ്ങരുത് എന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നു. ഇനി 2 ദിവസം അടച്ചിടുകയാണ് സംസ്ഥാനത്ത്. നാളെയും മറ്റന്നാൾ മുതൽ സമ്പൂർണ്ണമായിട്ടുള്ള ലോക്ക്ഡൌൺ ആണ്. വാരാന്ത്യ ലോക്ക്ഡൌൺ ആണ്. അത് ഒഴിവാക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് അത് ഒഴിവാക്കേണ്ട എന്നാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.